ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര നേട്ടത്തിൻ്റെ യാത്രയിലാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. രാജ്യം കാത്തിരിക്കുകയാണ് അതിന്. സ്പെഡക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള സ്പേസ് ഡോക്കിംഗ് ഉടൻ നടക്കുമെന്നാണ് ISRO പറയുന്നത്. ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും കൂട്ടിച്ചേർക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. നിലവിൽ ഈ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഒരു 15 മീറ്റർ അകലം മാത്രമാണുള്ളത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഡോക്കിംഗ് യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഈ സാങ്കേതിക സാധ്യത കൈമുതലായുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്നല്ലേ പറയുന്നത്? മൂന്നാമത്തെ രാജ്യമോ? പറയൂ. ഗുഡ് മോർണിംഗ്. ഗോൾഡൻ മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ബഹിരാകാശ എക്സ്പെഡീഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഗോൾഡൻ മൊമെൻ്റ് ആണ്. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം ISROയുടെ പുതിയ അപ്ഡേറ്റ് വരുന്നു. അതായത് ഇനി 3 മീറ്ററിലേക്ക് നടത്താനുള്ള ഒരു ട്രയൽ റണ്ണ് കൂടി, അത് ട്രയൽ അറ്റംപ്റ്റ് കൂടി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് 15 മീറ്റർ ദൂരമാണ് ഇപ്പോൾ ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ളത്. അത് 3 മീറ്ററിലേക്ക് നടത്താനുള്ള ഒരു ട്രയൽ റൺ, അതായത് 3 മീറ്റർ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകാം ഓർബിറ്റിൽ സംഭവിക്കുന്നത്, ഈ 2 പേടകങ്ങളുടെ സ്വഭാവത്തിൽ, പൊതുവെ അതിൻ്റെ സഞ്ചാരപാതയിൽ എന്താകാം സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ അറ്റംപ്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഇതിനർത്ഥം ഇത് 3 മീറ്റർ അടുത്തേക്ക് നീങ്ങി എന്നുള്ളതല്ല, മറിച്ച് 3 മീറ്ററിൻ്റെ അടുത്തേക്കുള്ള ഒരു ട്രയൽ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് പറയുകയാണെങ്കിൽ 15 മീറ്റർ മാത്രം അകലെ, ഒരു കയ്യകലത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ ചരിത്ര ദൗത്യമുള്ളത്. 2 പേടകങ്ങളും ഈ ഒരു ചേസർ പേടകവും ഒപ്പം തന്നെ ഈ ഒരു ടാർഗറ്റും അത് തമ്മിൽ 15 മീറ്റർ അകലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലേക്ക് ഈ മീറ്റർ അകലം ഇത് കുറച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. 475 കിലോമീറ്റർ മുകളിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നമ്മൾ വിക്ഷേപിച്ച 2 പേടകങ്ങളാണ്. അത് 20 കിലോമീറ്റർ ദൂരത്തിലായിട്ടായിരുന്നു വിക്ഷേപിച്ചിരുന്നത്. അതിനെ ദിവസങ്ങൾ എടുത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച എടുത്തുകൊണ്ടാണ് ഇപ്പോൾ 15 മീറ്റർ ദൂരം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ISROയുടെ ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇസ്ട്രാക്കിൽ നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇസ്ട്രാക്കിൽ ISROയുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പട തന്നെയുണ്ട്, അവർ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ശരിക്കും നമ്മുടെ ഈ മോർണിംഗ് ഷോ കഴിയുന്നതിനുള്ളിലൊക്കെ തന്നെ നമുക്ക് ആ വലിയ വിവരം പുറത്തുവിടാൻ കഴിയും. കാരണം ഡോക്കിങ്ങിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തവണ നമ്മളിത് മാറ്റിവെച്ചതാണ്. കാരണം എന്താണ് ഈ ഓർബിറ്റിൽ സംഭവിക്കുക എന്നുള്ളത് ആ ഒരു സമയത്ത് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ഓർബിറ്റിൽ എന്തെങ്കിലും തരത്തിലൊരു വ്യത്യാസമുണ്ടായാൽ ഇത് ഈ 2 ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ ബാധിക്കും, ഒപ്പം തന്നെ അതിൻ്റെ സ്വഭാവ രീതിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കം വളരെ സൂക്ഷിച്ച് മാത്രമാകും ISRO എടുക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്കിംഗ് സാധ്യമായാൽ ഈ ബഹിരാകാശ വൻപന്മാരുടെ കൂട്ടത്തിൽ 4ാമതായി ഇന്ത്യയുടെ പേര് കൂടി എഴുതി ചേർക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ഈ അകലം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ട്രയൽ റണ്ണ് കൂടി പൂർത്തിയായി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. അതിനുശേഷം 15 മീറ്റർ ദൂരേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലേക്ക് ഈ 2 ഉപഗ്രഹങ്ങളെയും മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ 15 മീറ്റർ ദൂരം മാത്രമാണ് ഇതുള്ളത്. ഈ ഒരു ചേസർ ഉപഗ്രഹവും ഒപ്പം തന്നെ ഈ 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അവർ തമ്മിലെടുത്ത ചിത്രങ്ങളൊക്കെയും നമുക്കിപ്പോൾ ISROയുടെ പേജിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങനെ ഉപഗ്രഹങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. 2 തവണ ഇത് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതാനും മിനിറ്റ്. താങ്ക് യു മുഹമ്മദ് റഹീസ്. എന്തായാലും ഈ പരീക്ഷ നടക്കട്ടെ, ഇത് വിജയമാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. അത് വിജയമായാൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു കേന്ദ്രമായി 3ാമത്തെ 4ാമത്തെ ശക്തിയായി ഇന്ത്യ മാറും.